ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ സൺഡേ ഇന്ന് നമ്മുടെ പരിപാടി എന്താണ്, അപ്പോൾ എവിടെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മൾ വിചാരിക്കുന്നത് കാക്കനാടുള്ള കാടമ്പ്രയാർ ഒന്ന് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അവിടെ പാടം പോലത്തേക്കൊരു സംഭവമാണ്. അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ഥലം കണ്ടിട്ട് തിരിച്ച് വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്കിനി പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ ഒപ്പം ബ്രിട്ടീഷ് ശില്പി ഉണ്ട്, മുട്ടുചേട്ടനുണ്ട്, അതുൽ ശില്പിയും ഉണ്ട്. അപ്പം മുട്ടുചേട്ടന് മാല ഇട്ടേക്കണേണ് മലക്ക് പോകാനായിട്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കൂടുതലും വെജ് റെസ്റ്റോറൻറ്റ്സാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെയുള്ള മൈസൂർ രാമനടിയിൽ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. കുറേ വെറൈറ്റി ആയിട്ടുള്ള ദോശകളും ഇഡ്ഡലികളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളത് അവിടെ ചെന്നിട്ട് ഓർഡർ കൊടുക്കുകയാണ്. പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഫുഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അയാളും കൂടി പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് ബില്ല് കൊടുത്തിട്ട് വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ റേറ്റും കൂടി ഉണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബട്ടർ മസാല ദോശ ഉണ്ടായിരുന്നു, പിന്നെ മഷ്റൂം ചീസ് ചില്ലി ടൊമാറ്റോ ദോശ, ഷെഷ്വാൻ പനീർ, പിന്നെ മൈസൂർ ബട്ടർ മസാല ദോശ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മൈസൂർ ബട്ടർ മസാല ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്പെഷ്യലാണെന്ന് പറഞ്ഞ കാരണമാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത്ര സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ, പൊടി ഇഡ്ഡലിയും പിന്നെ ഗീ, അങ്ങനെ ഈ സാധനം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഡ്ഡലിനേക്കാൾ കൂടുതൽ അതിനകത്തുള്ള ഒരു ബട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോർമൽ ബട്ടറാണ്, പക്ഷെ അതിങ്ങനെ ആ ഇഡ്ഡലീൻ്റെ ഒപ്പം നമ്മളിങ്ങനെ വെറുതെ തന്നെ വായിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു ഫീലാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടത്. അപ്പോൾ അതേ ഇതിൽ നമുക്ക് ആദ്യം തന്നെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആരൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇവിടുത്തെ ദോശ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന് മുന്നേ നമുക്ക് കഴിക്കാത്ത കാരണം ഏതാണ് ഷെഷ്വാൻ ദോശ, അല്ലെങ്കിൽ ഏതാണ് മൈസൂർ ദോശ, ഏതാണ് മസാല ദോശ ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. ആകെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഇഡ്ഡലി മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് നമ്മുടെ ബില്ല് വെച്ചിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് പുള്ളിക്കാരനാണ് നമുക്ക് വെച്ചൊക്കെ തന്നത് കേട്ടോ. അപ്പോൾ ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡായിരുന്നു. പിന്നെ പൈസ ഇത്തിരി കൂടുതലായിട്ട് തോന്നി, പക്ഷെ എന്നാലും അതിനുള്ളതുണ്ട്. പൈസ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫുഡ് അതിനു വേണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ മസാല ദോശയൊക്കെ പോലെ തന്നെ വേറെ എക്സ്ട്രാ എന്തൊക്കെയോ സ്പൈസസ് എന്തൊക്കെയോ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കോഫിയും ടീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളിൽ ദോശയാണെങ്കിൽ ഇഡ്ഡലിയാണെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ മഷ്റൂം വെച്ചിട്ടുള്ളതും പിന്നെ ഈ ഷെഷ്വാൻ ദോശ ഇതൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല സംതൃപ്തമായിട്ടുള്ള ഒരു ഫുഡായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എൻ്റെ ഐറ്റം ഇതാണ്, ഇങ്ങനെയാണ് ഈ ഒരു ലുക്കാണ് വരുന്നത്. നമുക്കൊരു ചമ്മന്തി ഉണ്ടാവും, ദോശ ഉണ്ടാവും, പിന്നെ ഒരു തക്കാളി ചമ്മന്തിയാണ് അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഇരട്ടി ശില്പ പറഞ്ഞത് പനീർ ഷെഷ്വാൻ പനീർ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അയാൾക്ക് എക്സ്ട്രാ ഇത്തിരി മയോണൈസ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ടിച്ചേട്ടൻ പറഞ്ഞത് സാധാ മസാല ദോശയായിരുന്നു ഗൈസ്. പിന്നെ അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഷ്റൂം ചീസ് ടൊമാറ്റോ ദോശ അങ്ങനെ എന്തോ. പിന്നെ ചേട്ടൻ പറഞ്ഞത് ഈ സാധനമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിനി പയ്യെ ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് സ്ഥലങ്ങൾ കാണാനുണ്ട്, അതുപോലെ തന്നെ വെയിൽ കാര്യങ്ങൾ വന്നേക്ക് മുന്നേ തന്നെ അവിടെ എത്തണം. നമ്മൾ മൈസൂർ രാമൻ ഇഡ്ഡലി ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഷോപ്പ് കൂടിയാണ് കേട്ടോ. കുറേ സൊമാറ്റോക്കാരും സ്വിഗ്ഗിക്കാരൊക്കെ ഇവിടെ ഓർഡർ പിടിക്കാൻ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ട് നേരെ നമ്മുടെ കാടമ്പ്രയാറിലോട്ടാണ് പോണത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ കാടമ്പ്രയാർ, നമ്മുടെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഏകദേശം ഒരു ലുക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വെയിലുള്ളതായിട്ടാണ് തോന്നുന്നത്. അറിയാൻ പലതരം നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ കുറേ അറിയിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫോണിലേക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കിക്കോട്ടെ. പിന്നെ നിങ്ങൾ മാക്സിമം വെളുപ്പിനെ പോവുക. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ആനയിച്ച് വന്നപ്പോഴത്തേനും ഇപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കാടമ്പ്രയാറിൻ്റെ വീഡിയോസ്. അപ്പോൾ അതിലൊക്കെ വെളുപ്പിനത്തെ സീനുകളാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ വെളുപ്പിനെന്ന് പറയുമ്പോഴത്തേനും ഈ പാടത്തല്ലെങ്കിൽ ഒരു മഞ്ഞിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുമല്ലോ,
അതുമാത്രമല്ല സൂര്യനൊക്കെ വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കാണാനും ഒക്കെ ആ ഒരു ടൈമാണ് ബെസ്റ്റ്. നമുക്ക് പിന്നെ അവിടെ നിന്ന് ഓടിയെത്താനുള്ള ടൈമുണ്ട്, അതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ വൈകിപ്പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള സൗന്ദര്യം പ്രകൃതിയുടെ ആസ്വദിച്ചിട്ട് മടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക് വന്നത്. ഇനി ഇവിടുത്തെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ലുക്കും ഭാവമൊക്കെ മാറും അങ്ങോട്ട്. കാരണം വെയിലിൻ്റെ ഒരു ഇത് കാരണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മിക്കവാറും എൻ്റെ മുഖത്തൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ അന്ന് ഇല്ലിക്കൽ കല്ല് പോയപ്പോൾ തന്നെ നല്ല രീതിയിൽ കരിഞ്ഞു പോയതാണ്. അപ്പോൾ ഇവിടെയും അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇതേ കുറേ ഓന്തും മരണ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ മരത്തിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ ചുമ്മാ ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കണേണ്. പിന്നെ കുറച്ചും കൂടെ നടന്ന് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പാലമുണ്ട്. ഇനി ആ പാലം കയറി ഇറങ്ങണം. ചുറ്റിനും ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുന്ന പാടം പോലത്തെ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ പുഴ പോലത്തെ സംഭവമുണ്ട്. പുഴയുടെ അവിടെ തന്നെ ഇങ്ങനെ ആമ്പൽ പോലത്തെ ആമ്പലല്ല എന്തെന്ന് പറഞ്ഞാൽ വയലറ്റ് കളറിലെ പൂവുണ്ടല്ലോ, അതൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഞങ്ങളൊരു കുട പോയിട്ട് ഒരു തുണിക്കഷ്ടം പോലും എടുത്തിട്ടില്ല തലയിലിടാനായിട്ട്. ഇങ്ങനെ വെയിൽ കൊണ്ട് തന്നെ നടക്കണം. ഇനി നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങണം. അതിൻ്റെ താഴെ ഇങ്ങനെ ചെറിയൊരു പുഴയാണോ എന്താണെന്നാവും, ഇങ്ങനെ വെള്ളക്കെട്ട് പോലെ ഉണ്ട്. വെള്ളക്കെട്ടല്ല, അതൊരു പുഴയാണത് ഗൈസ്. ഇനി നമ്മളതിൻ്റെ മേളിൽ കൂടി കയറി ഇറങ്ങണം. അപ്പോൾ ഇവിടെ ചെറിയൊരു തണൽ കണ്ടപ്പോൾ തന്നെ കുറച്ചേരം നിന്നിട്ടാണ് ഞങ്ങൾ. ഇനി നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഈ വെയിൽ കൊണ്ട് നമ്മൾ ഈ പടികളൊക്കെ ചവിട്ടി കയറി പയ്യെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ മീൻ പിടിക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ താഴെ ഒരു ചേട്ടൻ മീൻ പിടിച്ചിട്ടുണ്ട് ഇപ്പണ്ട്. അപ്പോൾ മീൻ പിടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേണമെങ്കിൽ നിങ്ങളുടെ സാമഗ്രികളൊക്കെ ആയിട്ട് വന്നിട്ട് മീൻ പിടിക്കണമെങ്കിൽ മീൻ പിടിക്കാൻ നിങ്ങൾക്ക് രാവിലെ തന്നെ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുന്നുള്ളൊരു വ്യൂ ഒരു നല്ലൊരു വ്യൂ ആണ് ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമുണ്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നോട്ട് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്, ഈ വെള്ളത്തിലൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ കാണാണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മീനുകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. നമുക്ക് മീനൊക്കെ പിടിക്കാനായിട്ട് നല്ല സ്ഥലമാണ് ഗൈസ്. പിന്നെ സേവ് ദ ഡേറ്റ്, വെഡ്ഡിങ് ഷൂട്ട്, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസ് എടുക്കാം. അത് മാത്രമല്ല അത് ഇങ്ങനത്തെ കുറേ മാക്കാച്ചികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവരുടെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഇതുപോലെ കുത്തുകളാണെങ്കിൽ കുത്തുകളോ, അങ്ങനെ പല എൻ്റർടൈൻമെൻറ്റുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വരെ നടന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഡെഡായി. ഇനി നമുക്കൊരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നല്ല ചൂടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേനും ഇതേപോലെ ഇത് കണ്ടോ, ഈ പൂവാണ് ഞാൻ പറഞ്ഞത്, വയലറ്റ് കളർ. ഞാൻ ഇട്ടെങ്ങനെ ഡ്രസ്സുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു കളറാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കിടന്ന് ഇങ്ങനെ ഷോക്ക് കാണിച്ചു. പിന്നെ നമ്മൾ ഒട്ടും വയ്യാണ്ടായപ്പോഴത്തേനും നമ്മൾ തിരിച്ച് പോവാണ്. ഇനി നമ്മൾ നിന്നിട്ട് കാര്യമില്ല ഇവിടെ, കാരണം അതിനും വേണ്ട വെയിലാണ് ഗൈസ്. നമ്മളെ പുകഞ്ഞു പോയി. അപ്പോൾ അധികം ഇനി നിന്ന് നമ്മുടെ ഉള്ള ഒരു ഇതും കൂടി ഇതാക്കേണ്ട. നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വേണമെങ്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെയുണ്ട് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. വേർത്ത് വെറുതെ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരാട്ടോ. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാണ്ട് പോകുന്ന ചില വിസിറ്റുകൾ ഇപ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനെ പാളി പോവുകയാണ്. എന്ത് ചെയ്യാനാണ്, നമ്മുടെ വിധി, നല്ല വിധി ഗൈസ്. സാറില്ല, നമുക്കിനി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാം. അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സൺഡേ വ്ളോഗ് എന്ന് പറയാനായിട്ട്. നമ്മളിപ്പോൾ കറൻ്റ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കണേ കേട്ടോ. ഞങ്ങൾക്ക് വിശക്കണമൊന്നുമില്ല. എന്നാലും ഞങ്ങളൊരു കണ്ണൂർ കോക്ടെയിൽ ഓർഡർ ചെയ്തു. അവർ കഞ്ഞിയാണ് കുടിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോകളായിരിക്കും. ചാ, ബൈ, സീ യു.